തിരുവനന്തപുരം ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ റെയ്ഡ് തകർന്ന് 14ഓളം പേർക്ക് പരിക്കേറ്റ സംഭവം RDO അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. RDOയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ 3 ആഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അലക്സ് മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ RDO അന്വേഷിക്കണം, ഒപ്പം തന്നെ കളക്ടർ ഉടനടി അതിനുശേഷം നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം വെമ്പായം ഹാപ്പി ലാൻഡിൽ സ്വിംഗ് ചെയർ തകർന്നു വീണ് നിരവധി പേർക്ക് 11ഓളം പേർക്ക് പരിക്കേറ്റത്. അതിൽ പലർക്കും കാലിൽ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ് ഇന്നലെ തന്നെ പുറത്തു വന്ന വിവരങ്ങൾ. ഇതിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഈ മാധ്യമങ്ങളുടെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റൈഡ് തകർന്ന് 14ഓളം പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ RDO തലത്തിൽ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാർക്ക് മാനേജ്മെന്റ്, പഞ്ചായത്ത് സെക്രട്ടറി, ബന്ധപ്പെട്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നിവർക്ക് മുൻകൂർ നോട്ടീസ് നൽകിയ ശേഷം സ്ഥലം സന്ദർശിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കണം. അപകടത്തിനുള്ള കാരണങ്ങൾ, പാർക്കിന് പഞ്ചായത്തിന്റെ ലൈസൻസ് ഉണ്ടോ, അപകടമുണ്ടായ യന്ത്രത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അപകടത്തിനിരയായവരുടെ വിശദാംശങ്ങൾ, അപകടം ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിച്ച നടപടികൾ, നീന്തൽക്കുളത്തിന്റെ ഉപയോഗക്ഷമത എന്നിവ പരിശോധിക്കണം. RDOയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ 3 ആഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് കമ്മീഷനിൽ സമർപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. അപകടമുണ്ടായ യന്ത്രത്തിന് ഫിറ്റ്നസ് ലഭിച്ച ശേഷമാണോ പാർക്കിന് പഞ്ചായത്ത് ലൈസൻസ് നൽകിയതെന്ന് മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപകടത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നടപടികൾ 3 ആഴ്ചയ്ക്കകം സമർപ്പിക്കണം. DYSP തലത്തിൽ അന്വേഷണം നടത്തി റൂറൽ ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും എന്തായാലും മനുഷ്യാവകാശ കമ്മീഷന്റെ അടിയന്തര ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. RDO അന്വേഷിക്കണമെന്നും അതിനുശേഷം ജില്ലാ കളക്ടറിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടാകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകുന്നത്. അലക്സ് മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.